29 വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് വേർപിരിയുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് സംഗീത സംവിധായകൻ AR റഹ്മാനും ഭാര്യ സൈറ ബാനുവും. സൈറയാണ് ആദ്യ വിവാഹമോചനം സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയത്. വേദനയോടെ എടുത്ത തീരുമാനമാണിതെന്നും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാത്ത അകൽച്ച തങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെന്ന് അഭിഭാഷക മുഖേന പുറത്തുവിട്ട പ്രസ്താവനയിൽ സൈറ ബാനു വ്യക്തമാക്കി. പിന്നാലെ AR റഹ്മാന്റെ പ്രസ്താവനയും എത്തി. വിവാഹജീവിതം മഹത്തരമായ 30 വർഷങ്ങളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ എല്ലാത്തിനും അദൃശ്യമായ അവസാനമുണ്ടെന്ന് തോന്നുന്നെന്ന് AR റഹ്മാൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. 1995-ലാണ് AR റഹ്മാനും സൈറ ബാനുവും വിവാഹം ചെയ്തത്. അമ്മയാണ് വധുവിനെ കണ്ടെത്തിയതും വിവാഹം നടത്തിയതുമെന്ന് AR റഹ്മാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സിനിമാ തിരക്കുകളിലായതിനാൽ തനിക്ക് വധുവിനെ പോയി കാണാനുള്ള സമയമില്ലായിരുന്നെന്നും അന്ന് ഇദ്ദേഹം വ്യക്തമാക്കി. വധുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ചില നിബന്ധനകൾ റഹ്മാൻ അമ്മയ്ക്ക് മുന്നിൽ വെച്ചിരുന്നു. വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിക്ക് 3 ഗുണങ്ങൾ വേണ്ടതുണ്ടെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. പെൺകുട്ടി വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം എന്നതായിരുന്നു ആദ്യത്തെ നിബന്ധന. ബുദ്ധിമുട്ടേറിയ കുട്ടിക്കാലത്ത് AR റഹ്മാന് പഠനം തുടരാൻ സാധിച്ചിരുന്നില്ല. ഇതുകൊണ്ടാണ് തൻ്റെ ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം വേണമെന്ന് ഇദ്ദേഹം ആഗ്രഹിച്ചത്. തൻ്റെ ഭാര്യ സംഗീതം ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണമെന്നതായിരുന്നു രണ്ടാമത്തെ നിബന്ധന. നന്നായി പെരുമാറുന്ന ആളായിരിക്കണം എന്നതായിരുന്നു മൂന്നാമത്തെ നിബന്ധന. ഈ 3 ഗുണങ്ങളുമുള്ള സൈറ ബാനുവിനെ AR റഹ്മാന്റെ അമ്മ കണ്ടെത്തി. വിവാഹവും നടന്നു. വേർപിരിയുന്ന ഈ ഘട്ടത്തിൽ സ്വകാര്യത മാനിക്കണമെന്ന് AR റഹ്മാനും സൈറ ബാനുവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ 3 മക്കളും ഇതേ ആവശ്യം സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചു. ഖദീജ റഹ്മാൻ, AR അമീൻ, റഹീമ റഹ്മാൻ എന്നിവരാണ് റഹ്മാന്റെയും സൈറ ബാനുവിൻ്റെയും മക്കൾ. മൂത്ത മകൾ ഖദീജ പിതാവിൻ്റെ പാത പിന്തുടർന്ന് സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നുവന്നു. ഇന്നറിയപ്പെടുന്ന സംഗീത സംവിധായികയാണ് ഖദീജ. സംഗീത ലോകത്ത് പകരം വെക്കാനില്ലാത്ത സാന്നിധ്യമാണ് 57-കാരനായ AR റഹ്മാൻ. ജീവിതത്തിലെ ഈ വിഷമഘട്ടത്തിൽ റഹ്മാനെ ആശ്വസിപ്പിച്ചും ധൈര്യം പകർന്നും ആരാധകർ ഒപ്പമുണ്ട്. അടുത്തിടെയാണ് റഹ്മാന്റെ സഹോദരി AR റഹിയാനയുടെ മകൻ GV പ്രകാശും വിവാഹമോചനം നേടുകയാണെന്ന് വ്യക്തമാക്കിയത്. സംഗീത സംവിധായകനും നടനുമായ GV പ്രകാശും ഭാര്യ സൈന്ധവിയും സംയുക്തമായിട്ട് പുറത്തുവിട്ട പ്രസ്താവനയിലൂടെയായിരുന്നു ഇക്കാര്യം അറിയിച്ചത്. സിനിമാ സംഗീത ലോകത്ത് നിന്ന് വരുന്ന വിവാഹമോചന വാർത്തകൾ തുടർക്കഥയാവുകയാണ്. അടുത്തിടെയാണ് നടൻ ജയം രവിയും ഭാര്യ ആരതിയും വിവാഹമോചനം നേടിയത്. ഇതിനു മുൻപ് ധനുഷ്, ഐശ്വര്യ, രജനികാന്ത് വേർപിരിയലും സിനിമാ ലോകത്ത് ചർച്ചയായി. വിവാഹമോചന വാർത്തകൾക്ക് പിന്നാലെ താരങ്ങളെക്കുറിച്ചുള്ള പല കഥകളും പുറത്തു വരികയാണ്. സൈറ ബാനുവിൻ്റെ സഹോദരിയുടെ ഭർത്താവും നടനുമായ റഹ്മാൻ മുൻപ് താരദമ്പതിമാരുടെ ഹണിമൂണിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ വാക്കുകൾ വൈറലാവുകയാണിപ്പോൾ. 2 ഓസ്കാറുകൾ നേടി ലോക സിനിമയിൽ ശ്രദ്ധേയനായ സംഗീത സംവിധായകനാണ് AR റഹ്മാൻ. തമിഴ് സിനിമയിലൂടെ കരിയർ ആരംഭിച്ച അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ സംഗീതജ്ഞനാണ്. മണിരത്നം സംവിധാനം ചെയ്ത് 1992-ൽ പുറത്തിറങ്ങിയ റോജ എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി കരിയർ ആരംഭിച്ച AR റഹ്മാൻ സ്ലംഡോഗ് മില്ലിയനർ എന്ന സിനിമയിലൂടെയാണ് ഓസ്കാർ നേടിയെടുത്തത്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, നാഷണൽ ഫിലിം അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള താരം ഭാര്യയുടെയും 2 പെൺമക്കളുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. 29 വർഷങ്ങൾക്കിപ്പുറം ബന്ധം വേർപെടുത്താൻ മാത്രം താരങ്ങൾക്കിടയിലെ പ്രശ്നമെന്തെന്നാണ് ആരാധകരും അന്വേഷിക്കുന്നത്. നടൻ റഹ്മാന്റെ ഭാര്യ മെഹറുനിസയുടെ ചേച്ചിയാണ് സൈറ ബാനു. മൂത്ത സഹോദരിയേക്കാളും മുൻപ് മെഹറുനിസ വിവാഹം കഴിക്കുകയായിരുന്നു. ശേഷം ഏതാനും വർഷങ്ങൾക്ക് പിന്നാലെ സൈറ ബാനുവും AR റഹ്മാനും തമ്മിൽ വിവാഹിതരായി. അതുകൊണ്ട് തന്നെ AR റഹ്മാന്റെ വിവാഹത്തിൽ താനൊരു സഹോദരന്റെ റോളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതിനെക്കുറിച്ചായിരുന്നു മുൻപൊരു അഭിമുഖത്തിൽ നടൻ റഹ്മാൻ പറഞ്ഞത്. AR റഹ്മാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്നേക്കാൾ ആത്മീയനാണ്. ഞാനും അദ്ദേഹവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യത്തിനും വിപരീത ധ്രുവങ്ങളിലായിരിക്കും. അദ്ദേഹം വളരെ ശാന്തനാണ്. എപ്പോഴും തൻ്റെ തൊഴിലിൽ സമർപ്പിതനാണ്. സംഗീതത്തിൽ ചുറ്റിപ്പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. വിവാഹം കഴിഞ്ഞ ഉടനെ ഹണിമൂണിന് പോയപ്പോൾ പുള്ളി ചെയ്ത കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. AR റഹ്മാനും സൈറ ബാനുവും വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ഹണിമൂണിനായി പോയി. മലമുകളിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇരുവരും പോയത്. അന്ന് രാത്രി അവരുടെ സുഖവിവരം അറിയാൻ ഞങ്ങൾ വിളിച്ചപ്പോൾ ചേച്ചി ഉറങ്ങാൻ കിടന്നുവെന്നാണ് പറഞ്ഞത്. അപ്പോൾ റഹ്മാൻ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ചേച്ചി പറഞ്ഞത്. പിന്നീട് റഹ്മാനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മറ്റൊരു മുറിയിലിരുന്ന് AR റഹ്മാൻ സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കുകയാണെന്ന് അറിഞ്ഞത്. നടൻ റഹ്മാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സംഗീതത്തിലൂടെ നിരവധി ആരാധകരുടെ ഹൃദയം കവർന്ന AR റഹ്മാൻ തൻ്റെ സംഗീത ജീവിതത്തോട് പ്രതിജ്ഞാബദ്ധനാണെന്ന് കാണിച്ച സംഭവമാണിതെന്നാണ് അന്ന് നടൻ പറഞ്ഞത്.